തെരഞ്ഞെടുപ്പുകളിലെ വ്യാപക ക്രമക്കേടുകൾ നടക്കുന്നുണ്ട് എന്നുള്ള ആരോപണത്തിൽ കഴമ്പുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്. ഇതുവരെയായും പ്രതിപക്ഷത്തിൻ്റെ ആരോപണം എന്നുള്ള നിലയിൽ കാര്യങ്ങൾ ഒതുക്കി തീർക്കുവാനായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നത്. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ്. രാജ്യത്തിന് മുന്നിൽ എന്തൊക്കെയോ ഒളിക്കുവാനുണ്ട് എന്നുള്ളത് ഇപ്പോൾ തെളിഞ്ഞു വരികയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 45 ദിവസം മാത്രം ഡിജിറ്റൽ തെളിവുകൾ സൂക്ഷിച്ചാൽ മതി എന്നതായിരുന്നു കേന്ദ്ര സർക്കാർ പാസ്സാക്കിയെടുത്ത നിയമ ഭേദഗതി. എന്നാൽ അതിലും കാര്യമില്ല എന്നുള്ളത് ഇവിടെ ഇപ്പോൾ വ്യക്തമാവുകയാണ്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മുഴുവൻ പോളിംഗ് ബൂത്തുകളിലെയും CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് നൽകിയ വിവരാവകാശ അപേക്ഷ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയതോടെയാണ് ഈ വിഷയം വീണ്ടും വലിയൊരു വിവാദമായി മാറുന്നത്. 243 മണ്ഡലങ്ങളിലെയും വോട്ടെടുപ്പ് ദിവസത്തെ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ നിന്നുള്ള വിവരാവകാശ പ്രവർത്തകനായ അജയ് ബസുദേവ് ബോസ് നൽകിയ അപേക്ഷയാണ് നിരാകരിച്ചത്. 1961 തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളിലെ റൂൾ 93(1) പ്രകാരം കോടതി ഉത്തരവില്ലാതെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുവാൻ അനുമതി നൽകാനാവില്ലെന്ന് ബഗുസരായി ഡെപ്യൂട്ടി ഇലക്ഷൻ ഓഫീസർ മറുപടി നൽകുകയായിരുന്നു. വോട്ടെടുപ്പിന് ശേഷം സീൽ ചെയ്ത ഇത്തരം രേഖകൾ കോടതിയുടെ നിർദ്ദേശപ്രകാരം മാത്രമേ തുറന്നു പരിശോധിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് അധികൃതരുടെ വിശദീകരണം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്കെതിരെ അജയ് ബസുദേവ് രംഗത്തെത്തിയിട്ടുണ്ട്. 45 ദിവസത്തിനുള്ളിൽ ആർക്കും CCTV ദൃശ്യങ്ങൾ ലഭ്യമാക്കാമെന്ന് കമ്മീഷൻ നേരത്തെ പറഞ്ഞിരുന്നതാണെന്നും ഇപ്പോൾ കോടതി ഉത്തരവ് വേണമെന്ന് പറയുന്നത് ഇരട്ടത്താപ്പാണെന്നും അദ്ദേഹം തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി തുറന്നു പറഞ്ഞിട്ടുണ്ട്. പെൻഡ്രൈവിലോ CD-യിലോ ദൃശ്യങ്ങൾ നൽകണമെന്നതായിരുന്നു അജയ് ആവശ്യപ്പെട്ടിരുന്നത്. ഈ വിഷയത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ സുതാര്യത കുറവാണിതെന്ന് ചിലർ വിമർശിക്കുമ്പോൾ വോട്ടർമാരുടെ സ്വകാര്യത അത് സംരക്ഷിക്കുവാനാണ് കമ്മീഷൻ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് സംഘപരിവാറിനെ അനുകൂലിക്കുന്ന മറ്റു ചിലർ വാദിക്കുന്നത്. വോട്ടെടുപ്പ് കഴിഞ്ഞ് 45 ദിവസത്തിനുള്ളിൽ പരാതികളൊന്നും ലഭിച്ചില്ലെങ്കിൽ ദൃശ്യങ്ങൾ നശിപ്പിച്ച് കളയണമെന്നതായിരുന്നു നിലവിലെ ചട്ടം. അടുത്തിടെ നടന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സഖ്യം വൻ ഭൂരിപക്ഷം നേടിയിരുന്നുവെങ്കിലും പ്രതിപക്ഷ പാർട്ടികൾ തെരഞ്ഞെടുപ്പിൽ ക്രമക്കേടുകൾ ആരോപിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടുള്ള വിവരാവകാശ അപേക്ഷയും അത് തള്ളിയ നടപടിയും ഇപ്പോൾ ശ്രദ്ധേയമാവുന്നത്. BJPയെ സഹായിക്കുവാൻ ജ്ഞാനേഷ് കുമാർ ഒരുക്കുന്ന ചില കുഴികളാണ് ഇത് എന്നതാണ് പ്രതിപക്ഷം പറയുന്നത്. കാരണം വിവരാവകാശ രേഖയുമായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസങ്ങൾ നീങ്ങിക്കിട്ടിയാലും പരാതിക്കാരൻ പിന്നീട് കോടതിയെ സമീപിച്ച് തിരിച്ചു വരുമ്പോഴേക്കും മാസം 1 കഴിയും. അപ്പോഴേക്കും നേരത്തെ പറഞ്ഞ ആ 45 ദിവസം ചില സാങ്കേതികത്വം പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകുവാനും സാധിക്കും. അത്തരത്തിലൊരു ഗിമ്മിക്ക് കളിക്കുവാനാണ് ജ്ഞാനേഷ് കുമാർ തയ്യാറാവുന്നത്. 45 ദിവസം എന്നുള്ളത് 15 ദിവസമാക്കി മാറ്റുവാനുള്ള ശ്രമം കഴിഞ്ഞ സഭ സമ്മേളിക്കുന്നതിന് മുമ്പേ ശ്രമിച്ചിരുന്നതാണ്. എന്നാൽ അതൊന്നും നടന്നില്ല. ഇപ്പോൾ 45 ദിവസങ്ങൾ വെച്ചിട്ട് പോലും ഡിജിറ്റൽ തെളിവുകൾ നൽകുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാവുന്നുമില്ല. എന്തായാലും ഈ വിഷയത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് അജയ് ബസുദേവ് ബോസ് ഉള്ളത്.